ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവന് തുല്യം സ്നേഹിക്കുന്നവരുടെ വഞ്ചന, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. വെണ്ണയേക്കാൾ മൃദുലമായ സംസാരവും ഹൃദയത്തിൽ പടയൊരുക്കവുമായി നടക്കുന്ന സ്നേഹിതൻ സമ്മാനിക്കുന്ന ഹൃദയഭാരം താങ്ങാൻ കഴിയുന്നത് കർത്താവിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. 55-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് കടന്നുപോയ ഒരു വഞ്ചനയുടെ അവസ്ഥ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ ദൈവമായ കർത്താവിൽ ശരണം പ്രാപിച്ച് ആ വേദനയിൽ നിന്നും ദാവീദ് കരകയറി. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലത്തും പ്രതിസന്ധികളുണ്ടാകും. വ്യക്തിപരമായ ജീവിതത്തിലുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്, കൂട്ടായ്മകളിലുമുണ്ട്, സഭയിലുമുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ സാധാരണ ജനത്തിൻ്റെ മനസ്സും അടുക്കും, വിശ്വാസം നഷ്ടപ്പെടും. ഇവരൊക്കെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിക്കും. എന്നാൽ ദാവീദിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രതിസന്ധിയും അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, കൂട്ടായ്മയിൽ ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാകാനുള്ള സന്ദർഭമാണ്. ഈ പ്രതിസന്ധികളൊന്നും അവരുടെ മനസ്സ് മടുപ്പിക്കുകയില്ല. കാരണം അവർ നോക്കുന്നത് എപ്പോഴും സാഹചര്യങ്ങളിലേക്കല്ല, ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ്. ദാവീദ് 55-ാം സങ്കീർത്തനത്തിൽ വളരെ വേദനയോടുകൂടി പറയുന്ന കാര്യമുണ്ട്. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളികളല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. അവരെ മരണം പിടികൂടട്ടെ, ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ. അവരുടെ ഭവനത്തിൽ, അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ, തഴയപ്പെടുമ്പോൾ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന സഭയിൽ വർഗീകരിക്കപ്പെടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള വ്യക്തികളിലേക്കല്ല, നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളിലേക്കുമല്ല, നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ്. ലോകം ഉള്ളു തുറന്ന് സംസാരിക്കുന്നവനെ വെറുക്കും, ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നവനെ സ്നേഹിക്കും. കുത്തേറ്റത് പിറകിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കുത്ത് കിട്ടിയതിനേക്കാൾ വേദന കുത്തിയത് ആരെന്നറിയുമ്പോഴാണ്. സാധാരണക്കാരൻ്റെ അനുഭവങ്ങളൊക്കെ തീക്കനലുകൾ പോലെയാണ്. ആളുകയുമില്ല, അണയുകയുമില്ല, നീറി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതം എപ്പോഴും തിരക്കൊഴിയാത്ത ഒരു നിരത്ത് പോലെയാണ്. പുതിയ യാത്രക്കാർ വരുന്നു. നമ്മുടെ കാഴ്ചയിലുണ്ടായിരുന്ന പല യാത്രക്കാരും നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകുന്നു. അളവറിയാതെ സ്നേഹിച്ചാൽ അവഗണിക്കപ്പെടും. അധികം ഒരാളെ വിശ്വസിക്കാൻ പോയാലോ ചൂഷണം വരുന്ന വഴി അറിയുകയുമില്ല. അറുതിയില്ലാതെ സഹായിക്കാൻ പോയാലോ മുതലെടുപ്പുകൾ മാത്രമാണ് പ്രതിഫലം. പിരിഞ്ഞു പോയവരോടോ, ഒറ്റപ്പെടുത്തി അകന്നുപോയവരോടോ, പുറമെ ചിരിച്ചുകൊണ്ട് അകത്ത് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരോടും പിണക്കവും പരിഭവവും ഒന്നും വേണ്ട. ജനിച്ചപ്പോഴും വളർന്നപ്പോഴും ഇനി മരിക്കുമ്പോഴും നമ്മൾക്ക് ദൈവം മാത്രമല്ലേ ഉള്ളത്. ആരൊക്കെയോ അതിനിടെ കൂടെ കൂടുന്നുവെന്ന് മാത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്ത് എത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും
അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ യാചനകൾ നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. മാറാത്ത യേശു എൻ പ്രാണസഖി.